നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണ്ഡലകാലത്ത് ഏറ്റവും അധികം തീർത്ഥാടകർ ദർശനത്തിനെത്തിയത് ഇന്നലെയെന്ന് ദേവസ്വം ബോർഡ്. 96,007 പേരാണ് മണ്ഡലകാല ചരിത്രം തിരുത്തി ക്ഷേത്രത്തിൽ ഇന്നലെ എത്തിയിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് വഴി 22,121 പേരും എത്തി. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചുവെങ്കിലും മുൻ വർഷത്തേതുപോലെ തീർത്ഥാടകരെ വഴിയിൽ തടയുകയോ മറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. 18-ാം തീയതി രാത്രി മല കയറി എത്തിയവരിൽ ദർശനം കിട്ടാതെ 18-ാം പടി കയറിയ 5,000-ഓളം പേർ ഇന്നലെ പുലർച്ചെയാണ് ദർശനം നടത്തിയത്. തിരക്ക് കൂടുതലായിരുന്നുവെങ്കിലും 18-ാം പടി കയറാൻ തീർത്ഥാടകർക്ക് അധികം കാത്തു നിൽക്കേണ്ടിയും വന്നില്ല. പോലീസ് കൃത്യമായി ഇടപെട്ടത് ആളുകൾക്ക് പരാതിയില്ലാതെ ദർശനം സുഗമമാക്കാൻ സഹായിച്ചു. ഇന്നും ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ ഒഴുക്കാണുള്ളത്. 18-ാം പടി കയറാനുള്ള ക്യൂ മരക്കൂട്ടം വരെ എത്തിയിട്ടുണ്ട്. മണ്ഡലപൂജയ്ക്ക് ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. അവധി ദിവസങ്ങളും കൂടി എത്തിയതോടെ കൂടുതൽ തീർത്ഥാടകർ വരുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നു. അതേസമയം പമ്പയിലും നിലയ്ക്കലും പാർക്കിംഗ് സംവിധാനവും തിരക്കും നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. ശബരിമല മണ്ഡലപൂജയ്ക്ക് ഒരുങ്ങുന്നതോടെ തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്തുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉന്നതതല യോഗത്തിന്റെ വിലയിരുത്തൽ. ഡിസംബർ 22 മുതലുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. മണ്ഡലപൂജ, തങ്കയങ്കി ദീപാരാധന എന്നിവയ്ക്ക് പുറമെ സ്കൂൾ അവധിക്കാലം കൂടി പരിഗണിച്ച് കൂടുതൽ ഭക്തർ മല കയറും. വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ട ദിവസങ്ങളാണ് വരാനിരിക്കുന്നതെന്നും ഉന്നതതല സമിതി കൺവീനറും സന്നിധാന സ്പെഷ്യൽ പോലീസ് ഓഫീസറുമായ ബി കൃഷ്ണകുമാർ പറഞ്ഞു. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ തുടരുകയും ഭക്തജന തിരക്ക്, മണ്ഡലപൂജ, തങ്കയങ്കി ഘോഷയാത്ര എന്നിവ പരിഗണിച്ച് കൂടുതൽ ജാഗ്രതയോടെ ഇടപെടുകയും വേണമെന്ന് വിവിധ വകുപ്പ് പ്രതിനിധികൾക്ക് സ്പെഷ്യൽ ഓഫീസർ നിർദ്ദേശം നൽകി. മണ്ഡലപൂജ, മകരവിളക്ക് ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് പുറത്തേക്കുള്ള വഴികൾ എല്ലായ്പ്പോഴും തുറന്നിടുകയും നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യും. പമ്പയിലുള്ള NDRFന്റെയും സ്ട്രക്ചർ സംഘത്തെ സന്നിധാനത്ത് നിയോഗിക്കാൻ യോഗം തീരുമാനിച്ചു. സോപാനത്ത് മൊബൈൽ ഫോൺ ഉപയോഗം നിരോധിച്ചുള്ള അറിയിപ്പുകൾ നൽകിയിട്ടും തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ഭാഷകളിൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേ വഴിയും നിരോധന വിവരം കാണിക്കും. തിരക്ക് കണക്കിലെടുത്ത് ഹോട്ടലുകൾ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ ശേഖരിക്കാൻ ഇടയുണ്ട്. ഇത് തടയാൻ ഫയർഫോഴ്സ് എല്ലാ സ്ഥാപനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകും. ജീവനക്കാരും തൊഴിലാളികളും പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന പരിശോധന കർശനമായി തുടരുമെന്നും എക്സൈസ് അറിയിച്ചു. ബുധനാഴ്ച കോട്ട്പ പ്രകാരം 22 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 4,400 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. കൊപ്രകളത്തിലെ 30ഓളം തൊഴിലാളികളുടെ താമസത്തിനടുത്തുള്ള ഹാളിൽ സൗകര്യം ഏർപ്പാടാക്കിയതായി ഡ്യൂട്ടി മജിസ്ട്രേറ്റും അറിയിച്ചു. നേരത്തെ ഇവർ കൊപ്രകളത്തിലെ ഷെഡിൽ തന്നെയായിരുന്നു രാത്രി തങ്ങിയിരുന്നത്. കൊപ്രകളത്തിലെ കൊപ്രയും ചിരട്ടകളും മണ്ഡലപൂജയ്ക്ക് ശേഷം നട അടയ്ക്കുന്ന ദിവസങ്ങളിൽ മാറ്റാൻ തീരുമാനിച്ചു. സിവിൽ ദർശനത്തിന്റെ വഴി വ്യക്തമായി സൂചിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിക്കും. ചിക്കൻ പോക്സ് പ്രതിരോധ മരുന്ന് വിതരണം തുടങ്ങിയതായി ഹോമിയോ വകുപ്പ് അറിയിച്ചു. 12-ാം വളവിലെ വെളിച്ചക്കുറവ് പ്രശ്നം പരിഹരിച്ചതായി KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ശരംകുത്തി ഭാഗത്ത് കേരള ജല അതോറിറ്റിയുടെ 2 ടാങ്കുകൾ നിരീക്ഷിക്കാൻ CCTV സ്ഥാപിക്കും. പോലീസ് ബാരക്ക്, ബെയിലി പാലം, മരക്കൂട്ടം വഴികളിൽ 12 ട്യൂബ് ലൈറ്റുകൾ കത്താത്തത് പരിഹരിക്കും. മാളികപ്പുറം നടപ്പന്തലെ ട്യൂബ് ലൈറ്റുകൾ കത്താത്തതും പരിഹരിക്കണമെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അതായത് എന്തൊക്കെ അവിടെ കുറവുകളുണ്ടോ അതെല്ലാം തന്നെ വളരെ നിമിഷങ്ങൾക്കുള്ളിൽ നികത്തിക്കൊണ്ട് വളരെ മികച്ച ഒരു രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത്.